ജീവിതവും സമയവും ലോകത്തെ ഏറ്റവും മികച്ച അധ്യാപകരാണ്. എഴുത്തുകാരനും പത്രപ്രവർത്തകനും നിരൂപകനും ചിന്തകനും വാഗ്മിയും അധ്യാപകനും ഒക്കെയായി തിരക്കുപിടിച്ച ജീവിതം നയിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയുണ്ടായിരുന്നു. തിരക്കുപിടിച്ച എഴുത്തിൻ്റെയും വായനയുടെയും ദിനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മകൾ അച്ഛൻ്റെ സാമീപ്യം കൊതിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് എത്തി നോക്കാറുണ്ടായിരുന്നു അത്രേ. പക്ഷേ അപ്പോഴൊന്നും മകളെ താലോലിക്കുവാനോ അവളോടൊപ്പം സമയം ചിലവഴിക്കുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. വളരെ ചെറുപ്രായത്തിലേ ആ മകൾ മരിച്ചുപോയി. മകളുടെ മൃതശരീരത്തിലാണത്രേ ആ അച്ഛൻ ആദ്യമായി ചുംബിച്ചത്. നമ്മിൽ പലരും ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവർ ആയിരിക്കാം. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരോടൊപ്പം സമയം ചിലവഴിക്കാൻ നാം മറന്നുപോകുന്നു. മനുഷ്യജീവിതം വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ പൊടുന്നനെ കടന്നു പോകുന്നു. ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന പരിഭവങ്ങളും പരിവേദനകളുമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. നിരവധി പേരുടെ കുടുംബജീവിതവും ഔദ്യോഗിക ജീവിതവും അസ്വസ്ഥഭരിതമാകുന്നത് ഈ സമയമില്ലായ്മ കാരണമാണ്. വായനയുടെയും കാഴ്ചയുടെയും ലോകം വളരെയധികം വികസിച്ച കാലത്താണ് നാം ജീവിക്കുന്നത്. മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും തോണ്ടിയിരുന്ന് മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തുന്ന എത്രയോ പേരാണ് നമുക്ക് ചുറ്റും ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ മായിക ലോകത്ത് പലപ്പോഴും സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ നല്ല സമയം എന്നത് കേവലം സ്വപ്നമായി മാറുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയും സാമൂഹ്യ മാധ്യമങ്ങളുമൊന്നും നിരാകരിക്കുകയല്ല, ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. എന്നാൽ അവ ഉപയോഗപ്പെടുത്തുമ്പോൾ ഏറെ സൂക്ഷ്മത ആവശ്യമാണെന്ന് മാത്രം. ബിസിനസ്സിൻ്റെയും ജോലിത്തിരക്കിൻ്റെയും ഇടയിൽ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾക്ക് സമയം കണ്ടെത്താനാവാത്ത എത്രയോ പേരാണ് നമുക്ക് ചുറ്റും കഴിയുന്നത്. നമ്മുടെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ നാം നൽകുന്ന ആഡംബരങ്ങളെക്കാളും ജീവിത സൗകര്യങ്ങളെക്കാളും ആവശ്യമുള്ളത് നമ്മുടെ സാന്നിധ്യവും സ്നേഹമസൃണമായ പെരുമാറ്റവുമാണ്. അതിനാൽ ജോലിക്കും ബിസിനസ്സിനുമൊപ്പം കുടുംബത്തിനും മുൻതൂക്കം കൊടുക്കാൻ സമയം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ജീവിതവും സമയവും ലോകത്തെ ഏറ്റവും മികച്ച അധ്യാപകരാണ്. സമയത്തെ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ ജീവിതം പഠിപ്പിക്കുന്നു. സമയം ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നു.